ഇനി നമ്മൾ സെൽ സൈക്കിൾ വി ഹാവ് ഓൾറെഡി ലേൺ അല്ലെ. വാട്ട് ഇസ് സെൽ സൈക്കിൾ? ഒരു സെല്ലിന്റെ കംപ്ലീറ്റ് ആ ഡിവിഷന്റെ ഒരു സൈക്കിളിനാണ് സെൽ സൈക്കിൾ എന്ന് പറയുന്നത്. ആൻഡ് യു ഹാവ് ഓൾറെഡി ലേൺ ദാറ്റ് ഇറ്റ് കംപ്രൈസസ് ഓഫ് G1, S, G2 ആൻഡ് M phase. ഇനി ഈ സെൽ സൈക്കിളിലൂടെ ഒരു സെല്ല് കടന്നു പോകുമ്പം ഈ എസ് ഫേസ് ആയ DNA സിന്തസിസ് ഫേസും പിന്നെ M ഫേസ് ആയ ഡിവിഷൻ ഫേസും. അപ്പോൾ ഇതിൽ G1 കടന്ന് എസ്സിൽ പോയി, എസ് കടന്ന് G2ൽ പോയി, അവിടുന്ന് കടന്ന് എമ്മിലോട്ട് പോകണം. അപ്പോൾ ഇതിങ്ങനെ ചുമ്മാ അങ്ങ് നടക്കത്തില്ല. വളരെ റെഗുലേറ്റഡ് ആണ് നമ്മുടെ ബോഡിയിലെ ഈ സെൽ ഡിവിഷൻ എന്ന് വെച്ചാൽ വളരെ വളരെ നമ്മുടെ ചിന്തകൾക്കും അപ്പുറമാണ് അതിൻ്റെ റെഗുലേഷൻ എന്ന് പറയുന്നത്. ചില ചെക്ക് പോയിന്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഈ ചെക്ക് പോയിന്റ്സ് കേട്ടിട്ടില്ല? നമ്മൾ ഈ ഇപ്പോൾ അതിർത്തികളിലൊക്കെ ഇപ്പോൾ ജില്ലകൾ തന്നെ കടക്കുമ്പോൾ അവിടെ ചില സ്ഥലങ്ങളില്ലേ നോക്കാനായിട്ട്. അപ്പോൾ അതുമാതിരി ഈ സെൽ സൈക്കിളിന് ചില ചെക്ക് പോയിന്റ്സ് ഉണ്ട്. ആ ചെക്ക് പോയിന്റ്സ് കടന്നു കഴിഞ്ഞാൽ ബാക്കി ഡിവിഷൻ നടക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ വൺസ് ചെക്ക് പോയിന്റ് സാറ്റിസ്ഫൈഡ് ദ സെൽ സൈക്കിൾ ക്യാൻ പ്രോഗ്രസ്. അപ്പോൾ ഈ ചെക്ക് പോയിന്റ് എന്തിനാണെന്ന് വെച്ചാൽ ദാറ്റ് ഹോൾസ് ദി പ്രോഗ്രഷൻ ത്രൂ ദി സെൽ സൈക്കിൾ അൺടിൽ ദ ക്രിട്ടിക്കൽ പ്രോസസ് സച്ച് എസ് DNA സിന്തസിസ് ഇസ് കംപ്ലീറ്റഡ് ഓർ DNA ഡാമേജ് ഇസ് റിപ്പയർഡ്. അപ്പോൾ ഈ ചെക്ക് പോയിന്റിൻ്റെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇപ്പോൾ എന്തെങ്കിലും DNA സിന്തസിസ് നടക്കാനുണ്ടെന്ന് വിചാരിച്ചു. ഒരു സെല്ല് ഡിവൈഡ് ചെയ്യാൻ തയ്യാറെടുത്തോണ്ടിരിക്കുക. അപ്പോൾ DNA സിന്തസിസ് നടക്കാനുണ്ട്. DNA സിന്തസിസ് നടക്കുന്നത് വരെ ഈ ചെക്ക് പോയിന്റിൽ തടഞ്ഞിരിക്കും. മനസ്സിലായോ? അല്ലെങ്കിൽ DNA സിന്തസൈസ് ചെയ്യുന്നതിനിടയ്ക്ക് എന്തെങ്കിലും എറർ സംഭവിച്ചു. അപ്പോൾ അത് റിപ്പയർ ചെയ്യണം. റിപ്പയർ ചെയ്യുന്നത് വരെ ഈ ചെക്ക് പോയിന്റിൻ്റെ അവിടെ സെല്ലിനെ തടഞ്ഞു വയ്ക്കും. അതിന് ഇതെല്ലാം ഓക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ചെക്ക് പോയിന്റ് സാറ്റിസ്ഫൈ ചെയ്തിട്ട് സെൽ സൈക്കിൾ പ്രോഗ്രസ് ചെയ്യും. അതായത് ചുമ്മാ ഈ G1, S, G2 എന്നുകൊണ്ട് ഇങ്ങനെ നടക്കാറില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇതൊരു എക്സാമ്പിളാണ്, ഒരു ചെക്ക് പോയിന്റിന്റെ എക്സാമ്പിളാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, G1 ഫേസിനിടയ്ക്ക് ഒരുപാട് ചെക്ക് പോയിന്റ്സ് ഉണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളൂ, ഒരുപാട് ചെക്ക് പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കടന്നാൽ മാത്രമേ ഒരു സെല്ല് ഡിവൈഡ് ചെയ്യത്തുള്ളൂ. മനസ്സിലായി? ചുമ്മാ അങ്ങ് ഡിവൈഡ് ചെയ്യത്തില്ല. അപ്പോൾ വൺ ഓഫ് ദി ചെക്ക് പോയിന്റ് ഇസ് കോൾഡ് സ്റ്റാർട്ട് ചെക്ക് പോയിന്റ്. G1 ഫേസിലുള്ള ചെക്ക് പോയിന്റാണ്. അപ്പോൾ ഇതിന്റെ ഒരു റെഗുലേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള രണ്ട് പ്രോട്ടീൻസ് ആണ് സൈക്ലിൻ D ആൻഡ് സൈക്ലിൻ ഡിപ്പെൻഡന്റ് കൈനേസ് 4. മനസ്സിലായി? സൈക്ലിൻ D, സൈക്ലിൻ ഡിപ്പെൻഡന്റ് കൈനേസ് 4. നിങ്ങൾ കൂടുതലൊന്നും പഠിക്കേണ്ട. ഇങ്ങനെ രണ്ട് പ്രോട്ടീൻ ഉണ്ട്. അത് ഈ സെൽ സൈക്കിൾ ചെക്ക് പോയിന്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന രണ്ട് പ്രോട്ടീൻ ആണ് എന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. എൻട്രൻസിന് എവിടെയെങ്കിലും ഉപയോഗിക്കാൻ പറ്റിയാലോ എന്ന് കരുതി ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഈ പോയിന്റ് കേട്ടോ.